1930-നും 1936-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ കൃഷി ഉപജീവനമാക്കിയവർ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ടു. ഏക്കർ കണക്കിനുള്ള തങ്ങളുടെ ഭൂമി കിട്ടിയ വിലയ്ക്ക് വിറ്റ് ചെറുസംഘങ്ങളായി കരിവണ്ടിയിലും, അതായത് തീവണ്ടി, കാളവണ്ടിയിലുമായി പണത്തിൻ്റെ തൂക്കമനുസരിച്ച് മലബാറിലെത്തി. ഈ സംഘത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അന്നക്കുട്ടിയുടെ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെ അനിയന്മാരായ 2 മക്കളുടെയും കുടുംബം. ഇവർ മലബാറിലെ പേരാമ്പ്ര എന്ന ദേശത്ത് സൗകര്യമുള്ള ഒരു വീടെടുത്ത് താമസമാക്കി. 1936-ൽ തിരുവിതാംകൂറിൽ ദിവാനായി അധികാരമേറ്റ സർ CP-യുടെ ഭരണം നരകതുല്യമായി നസ്രാണി കർഷകർക്ക് അനുഭവപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവും ആനുകാലികമായ കാരണങ്ങളുമുണ്ടായിരുന്നു. 1939-ൽ ആരംഭിച്ച ലോകമഹായുദ്ധം ഈ കഷ്ടതയ്ക്ക് ആക്കം കൂട്ടി. തറവാട്ടിൽ നിന്നും 4 ഏക്കർ സ്ഥലം കൊടുക്കാമെന്നും 22 ഏക്കർ ഉഴവുവെട്ടി കൃഷി ചെയ്യാൻ തങ്ങളെ എല്ലാവിധത്തിലും സഹായിക്കണമെന്നും അമ്മായിയപ്പൻ അന്നക്കുട്ടിയുടെ ഭർത്താവായ സ്കറിയയോട് പറഞ്ഞു. അങ്ങനെ വിളിച്ചതനുസരിച്ച് കോഴിക്കോട്ട് നിന്നും 35 കിലോമീറ്റർ ദൂരത്തുള്ള പേരാമ്പ്രയ്ക്ക് സ്കറിയ യാത്രയായി. തൻ്റെ അപ്പനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും സഹായിക്കുക ഒരു വലിയ ധർമ്മമായി സ്കറിയ ഏറ്റെടുത്തു. സ്കറിയയെ ഉഴവുവെട്ടി കൃഷി ചെയ്യുവാൻ ഏൽപ്പിച്ച സ്ഥലം 10 കിലോമീറ്റർ അകലെയായിരുന്നു. ഇത് കൊടും വനമായിരുന്നു. തറവാട്ടിലെ കൃഷിക്കാര്യങ്ങളെല്ലാം മൂത്തമകനായ സ്കറിയയെ തന്നെ ഭരമേൽപ്പിച്ചതിനാൽ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിക്കണമെന്ന ആഗ്രഹം നിറവേറ്റാൻ സ്കറിയയ്ക്ക് കഴിഞ്ഞില്ല. ഇത്തരുണത്തിൽ 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുവാൻ തൻ്റെ ഭാര്യയായ അന്നക്കുട്ടിയെ മാതൃഗൃഹത്തിലെത്തിച്ചു. തീക്കോയിൽ നിന്ന് സ്കറിയ സ്വന്തം ഭവനം വിറ്റ് പകുതി കാശുമായി മലബാറിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ വിവരം എങ്ങനെയോ അറിയാനിടയായ അന്നക്കുട്ടി മാതൃഗൃഹത്തിൽ നിന്നും തീക്കോയിലേക്ക് വരികയും 90 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും 3ഉം 6ഉം വയസ്സുള്ള മൂത്ത കുഞ്ഞുങ്ങളെയും തൻ്റെ കൊച്ചാങ്ങളയെയും കൂട്ടി മാതൃഗൃഹത്തിൽ നിന്നും തീക്കോയിലേക്ക് വന്നു. അവിടെ നിന്ന് കടം വാങ്ങിയ 500 രൂപയും കൊണ്ട് ഈ അമ്മ യാത്രയായി. കോഴിക്കോട് കുളത്തുവയലിൽ തങ്ങൾക്കൊരു നല്ല ഭവനം എടുത്തിട്ടുണ്ടെന്നും അവിടേക്ക് ഉടനെ തന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞുവെന്നും മാതൃഗൃഹത്തിലുള്ളവരെ ധരിപ്പിച്ചു. ഭർതൃഗ്രഹത്തിലുള്ളവരും മാതൃഗൃഹത്തിലുള്ളവരും ഇതിന് അനുകൂലമായിരുന്നില്ല. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് തീവണ്ടി കയറി കോഴിക്കോടെത്താറായപ്പോൾ ഒരു 10 വയസ്സുകാരൻ പയ്യൻ അമ്മയോട് ഇങ്ങനെ യാചിച്ചു: എനിക്കും ആരുമില്ലമ്മേ, എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചു, ഇനി ആരും എന്നെ നോക്കാനില്ല, എനിക്കിത്തിരി ഭക്ഷണമെങ്കിലും തരണേ, ഇന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നിങ്ങനെ അറിയിച്ചു. അവന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന ആഹാരം എടുത്തു കൊടുത്തുകൊണ്ട് അന്നക്കുട്ടിയമ്മ ഇങ്ങനെ ചോദിച്ചു: നീ എൻ്റെ കൂടെ പോരുന്നോ? ആം അമ്മേ, ഞാൻ വന്നുകൊള്ളാം, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ജോലി തന്നാൽ മതി എന്ന് ഇവൻ പറയുകയുണ്ടായി. ദൈവം തനിക്ക് തന്ന മറ്റൊരു മകനായി അന്നക്കുട്ടി അവനെ സ്വീകരിച്ചു. ഇവരെയും കൂട്ടി ചെല്ലുമ്പോൾ വീട്ടിൽ ഉണ്ടാകുവാനിരിക്കുന്ന പ്രകോപനങ്ങൾ മനസ്സിൽ കണ്ട് വിശുദ്ധ ബലിയോട് ചേർത്ത് കാസയിലും പീലാസയിലും കൊടുത്ത്
ദൈവിക ശക്തി ആർജിച്ചുകൊണ്ട് പേരാമ്പ്രയിലുള്ള തൻ്റെ ഭർതൃഗ്രഹം തേടിപ്പിടിച്ച് കണ്ടെത്തി. ഭർത്താവിനെയോ ഭർതൃഗ്രഹത്തെയോ അറിയിക്കാതെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ പ്രകമ്പനം പറഞ്ഞറിയിക്കാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. കുഞ്ഞാങ്ങളെ സന്തോഷിപ്പിച്ച് പിറ്റേന്ന് തന്നെ തിരുവിതാംകൂറിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം സ്കറിയയോടൊപ്പം 10 കിലോമീറ്റർ ഘോരവനത്തിലൂടെ നടന്ന് ജോലിസ്ഥലത്തെത്തി. ജോലിക്കാർക്ക് വേണ്ടി കിട്ടിയ ഷെഡിൽ ഈ അന്നക്കുട്ടിയും കുഞ്ഞുമക്കളും സഹോദരങ്ങളും താമസിച്ചു. തനിക്ക് ദൈവം തന്ന ആ ബാലനെ 10 വയസ്സു മാത്രം പ്രായത്തിൽ അക്ഷരജ്ഞാനവും വേദോപദേശവും പഠിപ്പിച്ചു. ഇവനെ മാമോദീസ മുക്കിയും അവന് ചേർന്ന ഒരു ഇണയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ചെറിയൊരു ജോലിയും വാങ്ങിച്ചു കൊടുത്തു. ജോലിയുള്ളതിനാൽ സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ വീട്ടിൽ നിന്നും അകലെയുള്ള മറ്റൊരു സ്ഥലം വാങ്ങിക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്തു. അന്നക്കുട്ടിയുടെയും ഭർത്താവിൻ്റെയും യോജിച്ചുള്ള പ്രേക്ഷിതത്വത്തിൻ്റെ ഫലമാണ് ഇത്. ഇതൊരു ഉദാഹരണം മാത്രം. ദൈവകൃപ ഒഴുകുന്നത് സഹനച്ചൂളയിലാണെന്ന് അന്നക്കുട്ടിയുടെ മിഷണറി ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുളത്തുവയലിൽ ചെന്ന് 8 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ 5ാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ നാളുകളിൽ വസൂരി പടർന്നു പിടിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പലരെയും ജീവനോടെ തന്നെ ആരോരും നോക്കാനില്ലാതെ കാട്ടിലും മലയിലും വീട്ടിലും ഉപേക്ഷിച്ചു പോകുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ വീട്ടിൽ താമസിച്ചു പണിതുകൊണ്ടിരിക്കുന്ന 10-15 പണിക്കാർ ഉണ്ടായിരുന്നു. അതിൽ ഒരുവനായിരുന്നു പാച്ചർ എന്നു പേരുള്ള ഹൈന്ദവ സഹോദരൻ. അന്നക്കുട്ടിയമ്മയുടെ വീട്ടിലെ പാർത്തുപണിക്കാരായ ഒരാൾക്ക് മസൂരി ദീനം പിടിപെട്ടു. അപ്പോൾ തൻ്റെ കുഞ്ഞിന് 3 മാസം പ്രായമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ പണിക്കാരനെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാനുള്ള ചട്ടവട്ടങ്ങളായി. ഈ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നും ആരോരുമില്ലാത്ത അയാളെ നാട്ടിലേക്ക് വണ്ടി കയറ്റി വിട്ടാൽ അയാൾ എവിടെയെങ്കിലും പോയി മരിച്ചു പോവുകയുള്ളൂ എന്നും മനസ്സിലാക്കിയ അന്നക്കുട്ടിയമ്മ അയാളുടെ ജീവൽ പ്രശ്നത്തിൽ ഭർത്താവുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി. ദൈവം രക്ഷപ്പെടുത്തും എന്നു പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ഈ ഘട്ടത്തിൽ നാം പറഞ്ഞു വിടുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് അന്നക്കുട്ടിയമ്മ വാദിച്ചു. നാം നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകരുമെന്നുള്ളത് ശരി തന്നെ. ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തിയാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ അവരെ ദൈവം രക്ഷപ്പെടുത്തിക്കൊള്ളും എന്നാണ് അന്നക്കുട്ടിയമ്മ പറഞ്ഞു വാദിച്ചത്. ഇവനെ ആര് ശുശ്രൂഷിക്കും? നിനക്ക് മുല കുടിക്കുന്ന കുഞ്ഞല്ലേ ഉള്ളത്, അതിന് വേഗം ഇത് പകരില്ലേ? നീ ഈ ഉദ്യമത്തിൽ പിന്മാറുക, ഇതിനു വേണ്ടി നീ തുനിയരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബന്ധുക്കളും സ്വന്തം ഭർത്താവും കുടുംബാംഗങ്ങളും അന്നക്കുട്ടിയമ്മയുടെ മനസ്സിനെ വല്ലാതെ ഇളക്കി. ഒടുവിൽ അന്നക്കുട്ടിയമ്മയുടെ അഭിപ്രായവും ഉദ്ദേശവും ഫലമണിഞ്ഞു. മറ്റൊന്നിനും കോട്ടം വരുത്താതെ ഇത് ചെയ്യാമെങ്കിൽ ചെയ്തു എന്നുള്ള അനുവാദം ഭർത്താവിൽ നിന്ന് ലഭിച്ചു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ പഥ്യങ്ങൾ ശുശ്രൂഷിക്കുന്ന ആളും ശുശ്രൂഷ ലഭിക്കുന്ന രോഗിയും നോക്കണം. കർത്താവിന് തൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ചതിന് ശേഷം ആ അമ്മ വസൂരിക്കാരന് വേണ്ട പരിചരണങ്ങൾ വേണ്ടതുപോലെ നൽകി. അതിനുശേഷം കുളിയും അലക്കും കഴിഞ്ഞ് അനുദിന കർത്തവ്യങ്ങൾ നടത്തും. വെളുപ്പിന് 4:30 രോഗി പരിചരണവും മറ്റും കഴിഞ്ഞിരിക്കും. രോഗിയെ മറ്റാരും കാണാതെ ഇരുപ്പാനും രോഗിയുമായി സമ്പർക്കം പുലർത്താതിരിക്കുവാനും എല്ലാം രഹസ്യമായിട്ടായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്.
വളരെയധികം ജോലിക്കാർ വീട്ടിലും പുറത്തും ഉള്ളപ്പോൾ ഒരാൾക്ക് പോലും ഈ രോഗം വരാതെ ശ്രദ്ധിക്കുവാൻ മരുന്ന് വെള്ളത്തിൽ തന്നെയും മറ്റുള്ളവരെയും ശുദ്ധിയാക്കിയിരുന്നു. ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനയും പരിത്യാഗവും ഹന്നാൻ വെള്ളവും കുരിശും ആയുധങ്ങളാക്കി അന്നക്കുട്ടിയമ്മ എല്ലാവരെയും ശുശ്രൂഷിച്ചു. പണിക്കാരൻ പാച്ചറിൻ്റെ രോഗം സുഖപ്പെട്ടു. അതിനുശേഷം പഥ്യങ്ങൾ പാലിക്കണമെന്ന് അന്നക്കുട്ടിയമ്മ അവനോട് നിർബന്ധമായും പറഞ്ഞിരുന്നു. അന്നക്കുട്ടിയമ്മ പള്ളിയിൽ പോയ നിമിഷത്തിൽ മറ്റു ജോലിക്കാരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങി തല നിറയെ വെച്ച് കുളിച്ചു. ആ അമ്മയുടെ നിർദ്ദേശം കേൾക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാതെ പോയതുകൊണ്ട് അന്ന് വൈകുന്നേരം കലശലായ പനി ഇദ്ദേഹത്തെ ബാധിച്ചു. 3-ാം ദിവസം മരണപരാക്രമമായി. ഈ അവസ്ഥയിൽ മരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗീയ സന്തോഷം ലഭിക്കുവാൻ വേണ്ട മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രക്ഷകനായ ഈശോയിൽ വിശ്വസിക്കത്തക്കവണ്ണം അവന് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മാമോദീസ സ്വീകരിക്കുവാൻ തനിക്കും മാമോദീസ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം അവൻ അറിയിച്ചു. ഒട്ടും വൈകാതെ അന്നക്കുട്ടിയമ്മ അവന് വീട്ടുമാമോദീസ നൽകി. പിറ്റേന്ന് രാവിലെ 4 മണിയോടുകൂടി അവൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആ അമ്മയുടെ 2 കുഞ്ഞുമക്കൾക്ക് ഈ രോഗം പിടിപെട്ടു. എങ്കിലും അത്ഭുതകരമായി 2 മക്കളും രക്ഷ പ്രാപിച്ചു. എല്ലാ സഹനങ്ങളിലും ദൈവകൃപ ധാരാളമായി ഒഴുകിയിറങ്ങി. ആത്മാക്കളെ നേടുവാൻ സാധിച്ചത് ആ സഹനത്തിലൂടെയാണ്. തന്നെ സ്വയം വിട്ടുകൊടുത്ത് ഇല്ലായ്മയായി നമുക്കും ഇത് ഒരു മാതൃകയായി സ്വീകരിക്കാം.